إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم وإياي أولا بتقوى الله عز وجل അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അവന് അള്ളാഹുവിൻ്റെ ദീനിൽ അറിവുണ്ടാവുക എന്നത്. ദീനീപരമായ വിഷയങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ധാരണ വരിക എന്നുള്ളത് ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്. മതപരമായ അറിവുകളിൽ ഏറ്റവും ആവശ്യമുള്ളതും വളരെയേറെ ശ്രേഷ്ഠതയുള്ളതുമാണ് വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള അറിവ്. അതിൽ വളരെ പ്രധാനപ്പെട്ട സ്വർഗപ്രവേശനത്തിന് അടിസ്ഥാന കാരണമായ ഒരുവൻ മുസ്ലിമാകാൻ അടിസ്ഥാന മാനദണ്ഡമാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാൻ വേണ്ട നിബന്ധനകൾ, അതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 7 നിബന്ധനകളിൽ 5 കഴിഞ്ഞ ഖുതുബകളിലായി നാം മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്.
ഇന്ന് ഇൻഷാ അല്ലാഹ് ബാക്കി 2 നിബന്ധനകൾ കൂടി അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 6ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അൽ ഇഖ്ലാസ് എന്നതാണ്. മലയാളത്തിൽ നാം നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെ അർത്ഥം പറയുന്ന അൽ ഇഖ്ലാസ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുവനിൽ ശരിയാകാനുള്ള 6ാമത്തെ നിബന്ധന. ശിർക്ക് കലരാതെ അള്ളാഹുവിൻ്റെ മാത്രം പ്രതിഫലവും തൃപ്തിയും ഇഷ്ടവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അങ്ങനെ പറയുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത്. പിന്നെ മരണം വരെ ആ ഇഖ്ലാസിന് വിപരീതമായ ശിർക്ക് അവൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരുവനിൽ ശിർക്കുണ്ടാകുന്നത്, അതോടുകൂടി അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഇഖ്ലാസ് എന്ന ഈ നിബന്ധന പൊളിഞ്ഞു, അവൻ മുസ്ലിം അല്ലാതെയായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഇഖ്ലാസോടുകൂടി പറഞ്ഞാലാണ് മുസ്ലിം ആവുക. പിന്നെ ആ കെലിമയുടെ തേട്ടമാണ് തുടർ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിക്കുക, ഇഖ്ലാസോടുകൂടി ബാക്കിയുള്ള ഇബാദത്തുകളും ചെയ്യുക എന്നുള്ളത്. മുസ്ലിം ആകണമെങ്കിൽ ആ ചൊല്ലലിൽ, ഷഹാദത്ത് സാക്ഷ്യം വഹിക്കലിൽ അവൻ ഇഖ്ലാസ് വേണം. ശേഷം ആ ഇഖ്ലാസ് അവൻ കാത്തു സൂക്ഷിച്ചു പോവുകയും ചെയ്യണം. ചെറിയ ശിർക്കും വലിയ ശിർക്കും രണ്ടും വേർതിരിച്ച് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ശിർക്ക് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. എന്നാൽ നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആയ ഒന്നാണ് ചെറിയ ശിർക്ക്. പക്ഷേ ഇഖ്ലാസിൻ്റെ നേരെ വിപരീതമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാം എന്ന വളയത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നത് വലിയ ശിർക്ക് സംഭവിക്കുമ്പോഴാണ്. അഥവാ ആരാധനയുടെ എന്തെങ്കിലും ഒരു ഇനം അത് അള്ളാഹു അല്ലാത്ത എന്തിലേക്കെങ്കിലും തിരിച്ചുവിടുന്നതോടുകൂടിയാണ് വലിയ ശിർക്ക് സംഭവിക്കുന്നത്. ആ വലിയ ശിർക്കിന് വിപരീതമാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസോടുകൂടിയാണ് ഒരുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അസ്അദുൻ നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്അദുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും സൗഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് സൗഭാഗ്യവാന്മാരായവർ? ബിശഫാഅതി, എൻ്റെ ശുപാർശ കൊണ്ട്. നാളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കുന്ന ഒരു കൂട്ടരുണ്ട് പരലോകത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയാണ്, അങ്ങനെ എൻ്റെ ഷഫാഅത്ത് കിട്ടുന്ന സൗഭാഗ്യവാന്മാർ ആരാണെന്നറിയോ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഖാലിസൻ മിൻ ഖൽബിഹി, ഇഖ്ലാസോടുകൂടി അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഖാലിസായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അവനാണ് നാളെ പരലോകത്തിൻ്റെ ശുപാർശ ലഭിക്കുക. ഈ ഖാലിസ് എന്ന പദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം ഇൻഷാ അല്ലാഹ് നാം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഖാലിസ്, എന്താണ് നിഷ്കളങ്കത, എത്രത്തോളം ആ പ്യൂരിറ്റി ആ വാക്കിൽ അടങ്ങി നിൽക്കുന്നുണ്ട് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ അവനെ നരകം ഹറാമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ശിർക്കിൻ്റെ ലവലേശം ഒരു ചായ്വ് പോലും ഇല്ലാതെ പരിപൂർണമായും അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഖാലിസ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്ന ഭാഷാപരമായ അതിൻ്റെ ആ ഒരു തെളിമ, അതിൻ്റെ ആ കൃത്യത അത് മനസ്സിലാക്കാൻ ഖുർആനിൽ നിന്ന് തന്നെ നമുക്കൊരു ഉദാഹരണം. സൂറത്തു നഹ്ൽ 16-ാമത്തെ സൂറത്തിൻ്റെ 66-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുകയാണ്, വ ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, നിങ്ങൾക്ക്
നാൽക്കാലികളിൽ ഗുണപാഠമുണ്ട്. വ ഇന്നലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ അൻആമി നാൽക്കാലികളിൽ ലഇബറ ഒരു ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി നുസ്ഖീകും നാം നിങ്ങളെ കുടിപ്പിക്കുന്നു മിമ്മാ ഫീ ബുതൂനിഹി അതിൻ്റെ വയറുകളിൽ നിന്ന് മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ. എന്താ കുടിപ്പിക്കുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ രക്തത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഇടയിൽ നിന്ന് ലബനൻ ഖാലിസ ഖാലിസായ പാല്. ഖാലിസായ പാല്, അവിടെയാണ് ഖാലിസ് എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ് പാല് വരുന്നത് എങ്കിൽ കൂടി ആ പാലിൽ ഈ ചാണകത്തിൻ്റെയോ ആ രക്തത്തിൻ്റെയോ എന്തെങ്കിലും ലെവലേശം ബാക്കിയാകുമോ സഹോദരങ്ങളെ? അതാണ് ഖാലിസ്, അതാണ് പ്യൂരിറ്റി, അതാണ് തെളിമ. അത്രയും ശുദ്ധിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിക്കണം. അള്ളാഹു അല്ലാത്ത ഒരാളെയും ഒന്നിനെയും ഒരു വസ്തുവിനെയും ഒരു മനുഷ്യനെയും ഒരു സൃഷ്ടിയെയും അള്ളാഹുവിന് പുറമെ പ്രതീക്ഷിക്കാതെ പരിപൂർണമായും അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതാണ് ലബനൻ ഖാലിസ. ആ പാലിൻ്റെ ശുദ്ധി എത്രയാണ്? സായിഗൻ ലിശാരിബിൻ, അത് കുടിക്കുന്നവർക്ക് കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂടെ തെളിമയാർന്ന ശുദ്ധമായ പാൽ വരും. അതാണ് ശുദ്ധത. അങ്ങനെ ഇഖ്ലാസ് പറയണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്. സൂറത്തുൽ ബയ്യിന 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറൂ അവരോട് കൽപ്പിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ ദീന് അവന് ഇഖ്ലാസോടുകൂടി ആക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടില്ല. അപ്പം ഇബാദത്തുകൾ ചെയ്യേണ്ടത് ഇഖ്ലാസോടുകൂടിയാണ്, പരിപൂർണ്ണ ഇഖ്ലാസോടുകൂടിയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിനോടൊപ്പം മറ്റാർക്കെങ്കിലും ഇബാദത്തിൻ്റെ എന്തെങ്കിലും ഇനം തിരിച്ചുവിട്ടാൽ അവൻ മുശ്രിക്കായി. അള്ളാഹുവിനെയും ആരാധിച്ചിട്ടില്ല, മറ്റൊരു സൃഷ്ടിയെയും ആരാധിച്ചിട്ടില്ല. അള്ളാഹുവിന് അവൻ ആരാധന മാത്രമാക്കേണ്ട ആരാധന അള്ളാഹുവിന് മാത്രവും കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ അഹങ്കാരിയായി, മുസ്തക്ബിറായി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റെന്തിനെങ്കിലും ആരാധിച്ചാൽ അവൻ മുശ്രിക്കാണ്. അള്ളാഹുവിനെ മാത്രം അവൻ ആരാധിക്കാതിരുന്നാൽ അവൻ മുസ്തക്ബിറാണ്, അഹങ്കാരിയാണ്. ഇത് രണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മുവഹിദാവണം. അള്ളാഹു അല്ലാത്തവരോടും ഒരാളോടും ഒന്നിനോടും ആരാധനയുടെ ഒരു ഇനവും തിരിച്ചുവിടാനും പാടില്ല. അള്ളാഹുവിന് മാത്രം നമ്മുടെ ആരാധനകൾ തിരിച്ചുവിടുകയും വേണം. അതാണ് ഈ കലിമയുടെ ഈ നിബന്ധന അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന മരണം വരെ പാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. 7-ാമത്തതും അവസാനത്തതുമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധന അൽ മഹബ്ബ എന്നതാകുന്നു. അൽ മഹബ്ബത്തുൽ മുനാഫിയത്തു ലിൽ ബുഗ്ദി വൽ കുർഹ്, ഇഷ്ടം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരുവൻ മുസ്ലിം ആകുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അവൻ സ്വീകരിക്കുമ്പോൾ അവന് ഇഷ്ടത്തോടു കൂടിയാണ് അവൻ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അവൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടണം, മതത്തെ ഇഷ്ടപ്പെടണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച് അതിൻ്റെ ആളുകളെ ഇഷ്ടപ്പെടണം. ഇവരെ ഒന്നും വെറുക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിൽ ആ ഒരു പൂർണ്ണ ഇഷ്ടത്തോടു കൂടിയാണ് അവൻ കലിമ പറയേണ്ടത്. ഇടങ്ങേറായിക്കൊണ്ട് ഒരു നിവർത്തിയില്ലല്ലോ എന്ന ഉദ്ദേശത്തിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കൂല. പരിപൂർണ്ണ ഇഷ്ടത്തോടു കൂടിയാവണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ആ കലിമയെ ഇഷ്ടപ്പെടണം. ആ കലിമ അറിയിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും ഇഷ്ടപ്പെടണം. ഒരു ഹദീസിൽ കാണാം, ആശയം സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ളത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടവും അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെറുപ്പുമാണ് ഈമാനിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ളത്. ഹദീസ് ആശയം സ്വഹീഹാണ്. ആശയം സ്വഹീഹാണെന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ എങ്ങനെ ഉണ്ടാവും? ഹദീസിന് 2 ഭാഗങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ ഹദീസ്. ഈ ഹദീസ് നമ്മിലേക്ക് എത്തിച്ചെന്ന പണ്ഡിതന്മാർ, ഹദീസിൻ്റെ
മുഹദ്ദിസീങ്ങൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലുള്ള പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് കേൾക്കാനുള്ള ഒരു പരമ്പര ഉണ്ടാവും. അവർ അവരുടെ ഉസ്താദിൽ നിന്ന് കേട്ടു, അവരുടെ ഉസ്താദ് അവരുടെ ഉസ്താദിൽ നിന്ന് കേട്ടു, അങ്ങനെ താബി കേട്ടു, താബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്ന് പറഞ്ഞാൽ ആ ചങ്ങല വിശാലമായ പഠനശാഖയാണ്. ആ പരമ്പരയിൽ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന ഉസ്താദ് ആ ഉസ്താദിൻ്റെ ഉസ്താദിൽ നിന്ന് ഏത് ഉസ്താദിൽ നിന്ന് കേട്ടതാണെന്ന് കിട്ടിയിട്ടില്ല, അതിൻ്റെ മുകളിലുള്ള ആളെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ആ ചങ്ങലയിൽ പ്രശ്നം വന്നാൽ ഹദീസ് ദഈഫാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തും. അതുപോലെ അതിൻ്റെ മായന ഒരു പക്ഷേ ഇങ്ങനെ ചങ്ങല ശരിയാകാത്ത, പരമ്പര ശരിയാകാത്ത ഹദീസ് തന്നെ അതിൻ്റെ ആശയം ഒരു പക്ഷേ ശരിയായിട്ടുണ്ടാവും. എങ്ങനെ ആ ആശയം ശരിയാണെന്ന് പറയാം? മറ്റ് പല ഹദീസുകളും വായിച്ചു നോക്കുമ്പോൾ സ്വഹീഹായ മറ്റ് പല ഹദീസുകളിൽ നിന്നും ഈ ഹദീസിൻ്റെ ആശയം സ്വഹീഹായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകളിൽ നിന്നും ഈ ആശയം, ഈ ഹദീസിൻ്റെ വിഷയം സ്വഹീഹായിട്ടുണ്ടാവും. എന്നാൽ ആ ഹദീസ് ഉദ്ധരിച്ച റാവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന പരമ്പരയിൽ ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. അങ്ങനെ സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ ആശയം സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ് ഈ ഹദീസ്. കഴിഞ്ഞ ഖുതുബയിലും അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. അതിൻ്റെ ആശയം സ്വഹീഹാണ്, സനദിൽ ദുർബലതയുണ്ടെന്ന് പറയാൻ വിട്ടുപോയ ഒരു ഹദീസാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി എന്ന് പറഞ്ഞ ഹദീസ്. നിങ്ങളാരും വിശ്വാസിയാവുകയില്ല നിങ്ങളുടെ ദേഹേച്ഛ പരിപൂർണമായും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നതാകുന്നത് വരെ എന്ന് കഴിഞ്ഞ ഖുതുബയിൽ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. അതിൻ്റെയും ആശയം സ്വഹീഹാണ്. അതിൻ്റെ പരമ്പരയിൽ പണ്ഡിതന്മാരിൽ ചിലർ ദുർബലത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശയം മറ്റ് ആയത്തുകളും മറ്റ് ഹദീസുകളും വെച്ച് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആശയം സ്വഹീഹാണ് എന്ന് പറയുന്ന ഹദീസുകളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിബന്ധന അൽ മഹബ്ബ, ഇഷ്ടം വേണം. ഈ കലിമയെ സ്നേഹിക്കണം. ഈ കലിമ അറിയിക്കുന്ന എന്തിനേയും സ്നേഹിക്കണം. മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, പറയാതെ തന്നെ ഒരു ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 165-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. വമിനൻ നാസി മൻ, ജനങ്ങളിലുണ്ട് ചിലർ, യത്തഖിദു അവർ സ്വീകരിക്കുന്നു, മിൻ ദൂനില്ലാ അല്ലാഹുവിന് പുറമെ, അൻദാദൻ സമന്മാരെ സ്വീകരിക്കുന്നു. എന്നിട്ടോ യുഹിബ്ബൂനഹും അവർ ആ സമന്മാരെ ഇഷ്ടപ്പെടുന്നു, കഹുബ്ബില്ലാ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. എന്നാൽ വല്ലദീന ആമനു സത്യവിശ്വാസികളാകട്ടെ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനോട് അങ്ങേറ്റം ഇഷ്ടമുള്ളവരാണ് സത്യവിശ്വാസികൾ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് അല്ലാഹുവിനോട് അതികഠിനമായ സ്നേഹമുള്ളവരാണ് സത്യവിശ്വാസികൾ. ആ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങേയറ്റം അള്ളാഹുവിനോട് സ്നേഹമുള്ളവർ അവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ അള്ളാഹുവിന് പുറമെ സമന്മാരുണ്ടാക്കുന്നവർ അവരെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് ആരാധനയുടെ സ്നേഹമാണ്. നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്ന സ്നേഹമല്ല, നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന സ്നേഹമല്ല, അത് അനുകമ്പയുടെയും മറ്റും സ്നേഹമാണ്. പക്ഷെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ആരാധനയുടെ സ്നേഹമാണ്. അതാണ് അടിസ്ഥാന സ്നേഹം, അടിസ്ഥാന ഇഷ്ടം. എന്നാൽ അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവെക്കേണ്ട ഹദീസാണ് സഹോദരങ്ങളെ. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സലാസുൻ, 3 കൂട്ടർ, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈ 3 ആരിലുണ്ടായോ അവൻ അതുകൊണ്ട് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു. മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈ 3 ആരിലുണ്ടായോ അവൻ അതുകൊണ്ട് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു. ഈമാനിന് രുചിയുണ്ട്, സത്യവിശ്വാസത്തിന് മധുരമുണ്ട്. നമ്മൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് അത് രുചിക്കും പോലെ, നല്ല മധുരമുള്ള പാനീയം കുടിക്കുമ്പോൾ അതിൻ്റെ രുചി നാവ് കൊണ്ട് ആസ്വദിക്കും പോലെ ഈമാനിനൊരു മാധുര്യമുണ്ട്. അത് ഹൃദയം കൊണ്ടാണ് ആസ്വദിക്കുന്നത്. ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്ന ഈമാനിൻ്റെ ഒരു മാധുര്യമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധിയാകണം. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ആസ്വദിക്കാൻ അവൻ്റെ ശരീരത്തിന് മറ്റ് രോഗങ്ങളൊന്നുമില്ലാതെ അവൻ നല്ല ആരോഗ്യവാനായി ഇരിക്കുമ്പോഴാണല്ലോ അവന് നല്ല രൂപത്തിൽ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുക. അതുപോലെ ഹൃദയം മറ്റ് ഹറാമുകളും മറ്റ് മ്ലേച്ഛതകളൊന്നും ഇല്ലാതെ ശുദ്ധിയാക്കി വയ്ക്കുമ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുക എന്നതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് എന്താണ്?
മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒന്നാമത്തത് മൻ, ഒരുവനാണ്. കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലുമാണ് മറ്റെന്തിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടം. അതാണ് ഒന്നാമത്തെ കാര്യം. ഈമാനിൻ്റെ മാധുര്യം നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ നോക്കാനാ. റസൂലുള്ളാഹി പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഈമാന്റെ മാധുര്യം ആസ്വദിച്ചു. ഒന്നാമത്തത് എന്താ? അല്ലാഹുവും റസൂലുമാണ് അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും ഇഷ്ടം മിമ്മാ സിവാഹുമാ, അതല്ലാത്ത എന്തിനേക്കാളും ഏതൊന്നിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെയാണ്, റസൂലിനെയാണ്. അള്ളാഹുവിൻ്റെ അടുത്താണ് സ്നേഹം. ഒരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക് അടിസ്ഥാനപരമായി സ്നേഹം, നിരുപാധികമായ സ്നേഹം, ഇഷ്ടം, അത് അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് പോലും റസൂൽ അള്ളാഹുവിൻ്റെ റസൂലായതുകൊണ്ടാണ്. റസൂലുള്ളാഹ് അള്ളാഹിൻ്റെ റസൂലാണ്, അതുകൊണ്ട് നമ്മൾ റസൂലിനെ സ്നേഹിക്കും. 40 വയസ്സിന് മുമ്പ് റസൂലാണെന്നുള്ളൊരു സ്നേഹം നമുക്ക് വന്നിട്ടില്ല. 40ാമത്തെ വയസ്സിൽ ബിഅ്സത്ത് ഇറങ്ങി, അള്ളാഹു റസൂലാക്കി, അപ്പം നമ്മൾ സ്നേഹിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പം നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ഏറ്റവും സ്നേഹിക്കണം. നമ്മളെ ഭാര്യയെക്കാളും, നമ്മളെ മകനേക്കാളും, നമ്മുടെ മകളെക്കാളും, ഉപ്പയെക്കാളും, ഉമ്മയെക്കാളും, ജനങ്ങളിൽ മറ്റാരെക്കാളും നമ്മുടെ റസൂൽ നമ്മൾ സ്നേഹിക്കണം. അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ അടിസ്ഥാനപരമായ സ്നേഹം, നിരുപാധികമായ സ്നേഹം അത് അള്ളാഹിൻ്റെ അടുത്താണ്. ബാക്കി എല്ലാവരെയും സ്നേഹിക്കുന്നത് അതിൻ്റെ താബിയാണ്, അതിനെ പിന്തുടർന്ന് വരുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്നേഹത്തിനെ പിന്തുടർന്ന് വരുന്നതാണ് മറ്റ് സ്നേഹങ്ങൾ. അപ്പോൾ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ ഒന്നാമതായി അവനിൽ എന്തുണ്ടാവണം? മറ്റെന്തിനേക്കാളും അവൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കും. രണ്ടാമത്തത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വഅൻ യുഹിബ്ബൽ മർഅ, അവനൊരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ലാ യുഹിബ്ബുഹു, അവനെ സ്നേഹിക്കുന്നില്ല ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ. അവൻ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണേ. ഈമാനിൻ്റെ ഉയർന്ന വർത്തവ്യാണ്. അവൻ ആരെ സ്നേഹിക്കുന്നില്ല, അവൻ പടച്ചവന് വേണ്ടി സ്നേഹിക്കുന്നില്ല. അവൻ ആരെ വെറുക്കുന്നു, അവൻ അള്ളാഹുവിന് വേണ്ടി അവനെ വെറുക്കുന്നു. സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം. അത് ഈമാൻ്റെ ഉയർന്ന വാർത്തയാണ്. ഭാര്യയെ സ്നേഹിക്കുന്നതിൽ അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിക്കുന്നു, ഇളയവരോട് കരുണ കാണിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിക്കുന്നു, മുതിർന്നവരോട് ബഹുമാനം കാണിക്കുന്നതിൽ അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിക്കുന്നു. കാരണം ഭാര്യ അവൻ്റെ ബാധ്യതയായെന്ന മതം നിയമമാക്കി, അള്ളാഹ് നിയമമാക്കി. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹ് ചോദ്യം ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു. മക്കളെ നാളെ എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണം. അള്ളാഹു എന്നെ ഏൽപ്പിച്ചത് കുറച്ച് അവകാശങ്ങളുണ്ട്, മക്കൾക്ക് കൊടുക്കേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു. അങ്ങനെ അവൻ എന്തിനൊക്കെ ഏതിനൊക്കെ സ്നേഹിക്കുന്നു അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി, ഏതിനൊക്കെ വെറുക്കുന്നു, എന്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നു അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി. അതാണ് രണ്ടാമത്തെ കാര്യം. ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ കാര്യം അതാണ്. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. മൂന്നാമത്തെ കാര്യം വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു. അവൻ കുഫ്രിലേക്ക് മടങ്ങുന്നതിന്, സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിന് അവൻ തീയിലേക്ക് അവനെ ഇടുന്നത് പോലെ അവൻ വെറുക്കാണ്. കമാ യക്റഹു യുഖ്ദഫ ഫിന്നാർ, അങ്ങനെ അവൻ വെറുക്കാണ്. അവൻ തീയിലിടുന്നത് എങ്ങനെ വെറുക്കുന്നു അതുപോലെ അവൻ കുഫ്രിലേക്ക്, സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കാണ്. അവൻ ഉറച്ച് വിശ്വസിക്കണം അത് തന്നെ. അവന് തീയിലിട്ട് അങ്ങനെ ഇരിക്കും, അതുപോലെ അവൻ വെറുക്കും സത്യനിഷേധത്തിനും. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈമാൻ കൊണ്ട് അവൻ്റെ മജ്ജയും അവൻ്റെ രക്തവും ഈമാൻ കൊണ്ട് നിറഞ്ഞ് അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ നേരിട്ടവൻ കാണുന്നത് പോലെ ആവും. ഇൽമിൻ്റെ മജ്ലിസുകൾ സ്വർഗത്തിൻ്റെ പൂന്തോട്ടമായി അവൻ കാണും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവൻ ഉറച്ച് വിശ്വസിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ഇൽമിൻ്റെ മജ്ലിസുകൾ സ്വർഗ പൂന്തോട്ടങ്ങളാണ്, നിങ്ങളത് കണ്ടാൽ അതിൽ കയറി മേഞ്ഞു പോകണം. റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ പൂന്തോട്ടം എന്നത് അവൻ കാണും ഇൽമിൻ്റെ മജ്ലിസുകളിൽ. അള്ളാഹ് എന്തൊക്കെ വാഗ്ദാനം ചെയ്തു അവൻ നേരിട്ട് കാണും പോലെ അതിനെ വിശ്വസിക്കും. അത്രയും ഈമാനോടുകൂടി അവൻ ജീവിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങളാണ് ഈമാനിൻ്റെ മാധുര്യം. ഈ 3 ഉണ്ടായാൽ അവൻ ആസ്വദിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങൾ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിച്ചു, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളും പരലോകത്തെക്കുറിച്ചുള്ള ഇൽമുമൊക്കെ അധികരിപ്പിച്ചാണ്, അറിവ് അധികരിപ്പിച്ചാണ് നമുക്ക് ഈ മർത്തബകളിലേക്ക്, ഈ ഉയർന്ന പദവികളിലേക്ക് എത്താൻ സാധിക്കുക. അങ്ങനെ കൂടുതലായി പഠിച്ചും മനസ്സിലാക്കിയും
ഈമാനിൻ്റെ പരിപൂർണരായ മുഅ്മിനീങ്ങളായി അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഔലിയാക്കളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, അവസാനത്തെ നിബന്ധനയായി പറഞ്ഞാൽ മഹബ്ബ. അതിൻ്റെ ഹദീസുകളും ആയത്തുകളും വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഇഷ്ടം കുറയുന്നതിന് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കുറഞ്ഞതായി അള്ളാഹു രേഖപ്പെടുത്തുന്നതിന് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഫമൻ വഖഅ ഫീ മഅസിയത്തിൻ മിൻ ഫിഅലിൻ മുഹറമിൻ ഔ തർക്കിൻ വാജിബിൻ ഫലിതഖ്സീൻ ഫീ മഹബ്ബത്തില്ലാഹ്. എന്തെങ്കിലും ഒരു ഹറാമ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ എന്തെങ്കിലും ഒരു വാജിബ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയാൽ അത് തഖ്സീറുൻ ഫീ മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് കുറവ് വന്നതിൻ്റെ അടയാളമാണ്. നഊദു ബില്ലാഹ്. നമ്മളെ ജീവിതത്തിൽ നിന്നൊരു തിന്മ ഉണ്ടാകുന്നത്, അള്ളാഹു നമ്മോട് നിർബന്ധമാക്കി കൽപ്പിച്ചൊരു കാര്യത്തിൽ നമ്മൾ ഒഴിവാക്കുന്നത്, അത് അള്ളാഹുവിനോടുള്ള നമ്മളെ ഇഷ്ടത്തിൻ്റെ കുറവാണ് എന്നാണ് പണ്ഡിതന്മാർ. അത് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ എനിക്കുള്ള ഇഷ്ടത്തിൽ നിന്ന് കുറവ് വരാൻ നമ്മൾ മരണം വരെ അതിന് സാധ്യത ഒരുക്കരുത്. ഇമാം ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ല പറയുന്നു, വഅലാമത്തു ഹുബ്ബിൽ അബ്ദി റബ്ബഹു, ഒരടിമ അവൻ്റെ റബ്ബിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് തഖ്ദീമു മഹാബിഹി വ അൻ ഖാലഫത് ഹവ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ മുന്തിക്കൽ. അവൻ്റെ ദേഹേച്ഛയ്ക്ക് എതിരായാലും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യത്തെ മുന്തിക്കുക. വ അൻ വബുഗ്ദു മാ യുബ്ഗിദു റബ്ബഹു വ ഇൻ മാല ഇലൈഹി ഹവാഹു, അള്ളാഹ് വെറുത്ത കാര്യത്തെ വെറുക്കൽ. അവൻ്റെ ദേഹേച്ഛ എതിരായാലും അള്ളാഹ് വെറുത്ത, അള്ളാഹ് ഇഷ്ടപ്പെടില്ല, അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ അവനും വെറുക്കുകയും അകന്ന് നിൽക്കുകയും ചെയ്യുക. അവൻ്റെ ദേഹേച്ഛ അതിനോടടുത്താലും വ മുവാലാത്തു മൻ വാലല്ലാഹു വ റസൂലഹു വ മുആദാത്തു മൻ ആദല്ലാഹു വത്തിബാഉ റസൂലിഹി, അള്ളാഹുവിനോട് സ്നേഹം വെച്ചവരെ നമ്മളും സ്നേഹിക്കുക, അള്ളാഹുവിനോട് ശത്രുത പുലർത്തിയവരോട് നമ്മളും ശത്രുത പുലർത്തുക. ഇതാണ് ഒരടിമ അവൻ്റെ റബ്ബിനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടയാളമായി ഇമാം ഹാഫിദുൽ ഹകമി റഹിമഹുല്ല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തെ മുന്തിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലയുടെ 7 നിബന്ധനകൾ പൂർത്തിയായിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ 7 എണ്ണവും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ വാക്ക്, അതിൻ്റെ അർത്ഥം, ആശയം നമ്മൾ വിശദീകരിച്ചു. ആ അറിവുണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത് യഖീനാണ്. അറിവുണ്ടായാൽ പോലെ അറിഞ്ഞത് പരിപൂർണ്ണ ഉറപ്പോടുകൂടിയാവണം. അവൻ പറഞ്ഞത് സംശയം ബാക്കി നിർത്തിക്കൊണ്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതെങ്കിൽ അവൻ മുസ്ലിം ആകില്ല. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഖബൂലാണ്, സ്വീകരിക്കലാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലയും കലിമയും അത് അറിയിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൻ്റെ മതത്തെ നമ്മൾ മനസ്സുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ചാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അതല്ലാതെ ആ കലിമ അറിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ മനസ്സുകൊണ്ട് തള്ളിക്കൊണ്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എങ്കിൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുകയില്ല. നാലാമത്തെ നിബന്ധനയെ നമ്മൾ പറഞ്ഞത് അൽ ഇൻഖിയാദാണ്, കീഴൊതുങ്ങുക എന്ന്. ഈ കലിമ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലിമയുടെ തേട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം, കീഴൊതുങ്ങണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പാടെ അവൻ്റെ പ്രവർത്തനങ്ങളെ, ഈ കലിമ അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, അങ്ങനെ ഒരു പ്രവർത്തനങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് ഈ ഇൻഖിയാദ് എന്ന നിബന്ധനയ്ക്ക് എതിരായ കാര്യമാണ്. അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല. അഞ്ചാമത്തെ നിബന്ധനയായി നമ്മൾ പറഞ്ഞത് സിദ്ഖാണ്, സത്യസന്ധമാകണം. കാപട്യം ഉണ്ടാകാൻ പാടില്ല, പരിപൂർണ സത്യസന്ധതയോടുകൂടിയാകണം ഈ കലിമ പറയേണ്ടത്. ആറാമത്തതായി നമ്മൾ പറഞ്ഞത് നിഷ്കളങ്കതയാണ്, അൽ ഇഖ്ലാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. ഇഖ്ലാസും സിദ്ഖും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. രണ്ടിൻ്റെയും വിപരീതം നോക്കുമ്പോഴാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കുന്നത്. സിദ്ഖിൻ്റെ വിപരീതം നിഫാഖാണ്, സത്യസന്ധതയുടെ വിപരീതം കാപട്യമാണ്. ഇഖ്ലാസിൻ്റെ വിപരീതം ശിർക്കാണ്. ആ ഒരു വ്യത്യാസമാണ് ആ രണ്ട് നിബന്ധനകൾ തമ്മിൽ പ്രധാനമായും നിലനിൽക്കുന്നത്. ഏഴാമത്തെ നിബന്ധനയായി നാം അവസാനം പറഞ്ഞത് അൽ മഹബ്ബ. ഈ കലിമയെയും ഈ കലിമ അറിയിക്കുന്ന കാര്യങ്ങളെയും ഇഷ്ടത്തോടു കൂടിയാണ് ഈ കലിമ പറയേണ്ടത്. അതല്ല എങ്കിൽ അവനിൽ നിന്ന് ഈ കലിമ സ്വീകരിക്കുകയില്ല. ഈ 7 എണ്ണം പറഞ്ഞത്, അത് മനസ്സിലാക്കാൻ പറ്റി, അത് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് അനുഗ്രഹമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അനുഗ്രഹമായി നാളെ പരലോകത്ത് മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അത് നമുക്ക് നാളെ അനുഗ്രഹമായി മാറുന്നത്, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത്. അതല്ലാതെ ആ ഒരു നെയ്യത്തില്ലാതെ കേവലം ഒരു കേൾവിയാണ് എങ്കിൽ അത് നമുക്ക് നാളെ ഉപകാരപ്പെടില്ല. ഈ 7 നിബന്ധനകളും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് സഹോദരങ്ങളെ പറഞ്ഞത്. മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ഈ 7 നിബന്ധനകൾ. എണ്ണി 7 എണ്ണം പറയാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇത് 7 എണ്ണവും കൃത്യമായി മനസ്സിലാക്കിയ ഒരുവൻ്റെ മേൽ ഇനി ബാധ്യതയുള്ളത് മരണം വരെ ഇതിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിക്കലാണ്. ഈ 7 നിബന്ധനകൾക്കും കോട്ടം വരുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാവ് കൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ എൻ്റെ ഹൃദയം കൊണ്ടോ ഞാൻ ചിന്തിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിക്കുകയാണ് ഇനി നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അങ്ങനെ ഈ നിബന്ധനകളെ പാലിച്ചുകൊണ്ട് ഇതിന് കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാതെ പരിപൂർണ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികൾക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിമുട്ട് എത്രയും വേഗം നീക്കി പരിപൂർണ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളായ മക്കളാക്കി നാളെ നമുക്ക് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിൽ കൂലിയെത്താൻ കാരണമാകുന്ന സ്വാലിഹ്യങ്ങളായ മക്കളാക്കി നമ്മളെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ പൂന്തോട്ടങ്ങളിൽ നിന്നൊരു പൂന്തോട്ടമാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് വിശ്വസിച്ച് അതിൻ്റെ ആൾക്കാരായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.